എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രവർത്തനത്തെ പറ്റിയാണ്. മലയാളികളടക്കം ഒരുപാട് പേര് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്ന ഹോട്ട് ടോപ്പിക്കുകളിലൊന്നാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രവർത്തനം, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ, അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ, ഇമാജിനേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്താണ് ഇതെല്ലാം? ഇതെങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റും? ഇതെല്ലാം സത്യമുള്ള കാര്യങ്ങളാണോ അല്ലെങ്കിൽ വെറും ഫേക്കാണോ തുടങ്ങിയ പല സംശയങ്ങളും നമ്മളിൽ പലർക്കും ഉണ്ട്. പലരും ഈ ഒരു മേഖലയെപ്പറ്റി അത്ര കണ്ട് ബോധവാന്മാരല്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഈ ഒരു മേഖലയിൽ ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്. സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നത് വഴി എൻ്റെ ഈ ഓഡിയോ സീരീസ് കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളും നല്ല കോൺഫിഡൻസ് ഉള്ള ആളുകളായിട്ട്, നല്ല ആത്മവിശ്വാസത്തോടെ പെരുമാറുന്ന, പ്രവർത്തിക്കുന്ന ആളുകളായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. നല്ല മാഗ്നറ്റൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ, അല്ലേ? ഒരു മാഗ്നറ്റൈസ്ഡ് സ്റ്റീല് അതിൻ്റെ ഇരട്ടി ഭാരം, ഏകദേശം 12 ഇരട്ടിയോളം ഭാരം ഉയർത്തുമെന്നാണ് പറയുന്നത്. മാഗ്നറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റീല് അതിൻ്റെ 12 ഇരട്ടി ഭാരം ഉയർത്തും എന്നാലോചിച്ച് നോക്കി. പക്ഷേ അതൊരു ഡീമാഗ്നറ്റൈസ്ഡ് ആയാലോ, അല്ലെങ്കിൽ അതിന് മാഗ്നറ്റിക് പവറൊന്നും ഇല്ലാതെ വെറും ഒരു സ്റ്റീലാണെങ്കിലോ എന്തെങ്കിലും അത് ഉയർത്തുമോ? ഒന്നുമില്ല. അതുപോലെയാണ് മനുഷ്യരും. 2 തരം മനുഷ്യരുണ്ടെന്നാണ് പറയുന്നത്. വളരെ മാഗ്നറ്റൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ, അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ 100% കോൺഫിഡൻ്റ് ആയിരിക്കും. അവർ വളരെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകും, വിജയിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. എന്നാൽ രണ്ടാമത്തെ തരക്കാർ എങ്ങനെയാണ്? അവർ ഡീമാഗ്നറ്റൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് എന്തെങ്കിലും ഒരു അവസരം അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നാൽ അവർക്ക് സംശയവും പേടിയുമായിരിക്കും. എന്തെങ്കിലും ഒരു അവസരം വരുമ്പോൾ തോറ്റു പോകുമോ, പൈസ പോകുമോ, ആളുകൾ എന്ത് പറയും എന്നൊക്കെ ഓർത്ത് ഈ അവസരം നഷ്ടപ്പെടുത്തും. അവർക്ക് വലിയ സ്വപ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അതിലോട്ട് എത്തിച്ചേരുകയില്ല. കാരണം അവർക്ക് കിട്ടുന്ന അവസരങ്ങളെ അവർക്ക് ശരിയായി വിനിയോഗിക്കാൻ അറിയില്ല. എപ്പോഴും ഇത്തരത്തിലുള്ള ചിന്തകളായിരിക്കും മനസ്സിൽ. അപ്പം നമ്മൾ മാഗ്നറ്റൈസ്ഡ് ആണോ ഡീമാഗ്നറ്റൈസ്ഡ് ആണോ എന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. ചെറിയ ചെറിയ അവസരങ്ങൾ പോലും ശ്രമിച്ചു നോക്കാം. എന്താ, വർക്കൗട്ട് ആയില്ലെങ്കിൽ വർക്കൗട്ട് ആയില്ല, അത്രയല്ലേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ വന്നാൽ അത് വിജയിപ്പിക്കാൻ വേണ്ടി മാക്സിമം പണിയെടുക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മാഗ്നറ്റൈസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ എല്ലാവരും, നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലെ എല്ലാവരും അത്തരത്തിൽ വളരെ എനർജറ്റിക്കായിട്ട് എല്ലാ കാര്യങ്ങളും ശ്രമിച്ചു നോക്കാൻ കെൽപ്പുള്ളവരായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ ആദ്യമേ പറയട്ടെ, ഇന്നത്തെ ഈ ഓഡിയോയിൽ ഞാൻ റെഫറൻസ് വെച്ചിരിക്കുന്നത് ഡോക്ടർ ജോസഫ് മർഫിയുടെ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകമാണ്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഏറ്റവും കൂടുതൽ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു പുസ്തകം തന്നെയാണ് ഇത്. നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും. വായിച്ചിട്ടില്ലാത്തവർക്ക് ഞാൻ തീർച്ചയായും റെക്കമെൻഡ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഒരു പക്ഷേ അത് അത്ര നന്നായിട്ട് തോന്നണം എന്നില്ല. പലർക്കും പല രീതിയിലാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത്, അല്ലേ? ഇപ്പം ഞാൻ തന്നെ ഒരുപാട് പേർക്ക് റെഫർ ചെയ്തിട്ട് മുഴുവൻ അത് കംപ്ലീറ്റ് വായിക്കാത്ത ആളുകളുണ്ട്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആളുകളുണ്ട്. ആ പുസ്തകം ഒരു ബൈബിളാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതായത് അവരുടെ ജീവിതത്തിലെ ബൈബിൾ, അവരുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത ഒരു പുസ്തകമാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അപ്പം നിങ്ങൾ പലർക്കും ആ പുസ്തകത്തെ പറ്റി അറിവുണ്ടാവും. അറിവില്ലാത്തവർ അത് വായിക്കാൻ ശ്രമിക്കുക, സമയമുള്ളവർ. ഇല്ലാത്തവർ ഇത്തരത്തിലുള്ള ഓഡിയോകളോ ഒക്കെ കേൾക്കുക. അപ്പം ഞാനത് ചെയ്യുന്നത് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ടെക്നിക്കുകളും കാര്യങ്ങളും നിങ്ങളുമായി ചർച്ച ചെയ്യുകയും, പുസ്തകത്തിലെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള മലയാളത്തിൽ ചർച്ച ചെയ്ത് പോവാം. ഓക്കെ. അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്താണ്? നമ്മുടെ ഒരു 20-ാം നൂറ്റാണ്ടോടുകൂടി ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ, അല്ലേ? മനുഷ്യൻ്റെ ജീവിതം എളുപ്പമാക്കുന്ന ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ വന്നിട്ടുണ്ടല്ലേ? അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്താണ് ഈ ലോകത്തിലെ? എന്തായിരിക്കും? അറ്റോമിക് എനർജി കണ്ടുപിടിച്ചാണ്. അറ്റോമിക് എനർജി ഒരു വലിയ സംഭവമാണല്ലേ? അത് വെച്ച് ബോംബുകളൊക്കെ ഉണ്ടാക്കി വൈദ്യുതി ഉണ്ടാക്കുന്നു. ഒരുപാട് കാര്യങ്ങൾക്ക് അറ്റോമിക് എനർജി ഉപയോഗിക്കുന്നുണ്ട്. ഈ അറ്റോമിക് എനർജിയുടെ കണ്ടുപിടുത്തമാണോ? അല്ലെങ്കിൽ മനുഷ്യൻ ബഹിരാകാശത്തേക്ക് പോയതാണോ? ബഹിരാകാശ യാത്ര ഇപ്പോൾ സർവ്വസാധാരണമാണ്, അല്ലേ? അപ്പോൾ അതാണോ? അതൊക്കെ ഒരു വലിയ സംഭവം തന്നെയാണ്, അല്ലേ? ബഹിരാകാശത്തെത്തുക, അതുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഭൂമിയിലുള്ള കൺട്രോൾ സെൻറ്ററിൽ നിന്നും ബഹിരാകാശത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പം നമുക്ക് വളരെ എളുപ്പമാണ്, നമുക്കതൊന്നും വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അതുമല്ലെങ്കിലോ വൈദ്യുതിയുടെ കണ്ടുപിടുത്തമാണ്. വൈദ്യുതി, ഇലക്ട്രിസിറ്റി വളരെ ഈസി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണല്ലോ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിലുള്ള അവസ്ഥ. അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലുള്ള അവസ്ഥ എന്താണ്? ഇലക്ട്രിസിറ്റി ആണ് ശരിക്കും പറഞ്ഞാൽ ബേസ്, അല്ലേ? അപ്പോൾ അതാണോ ഏറ്റവും വലിയ കണ്ടുപിടുത്തം? അല്ലെങ്കിൽ നമ്മുടെ വൈദ്യശാസ്ത്ര രംഗത്തെ പുരോഗതിയാണോ? മെഡിസിൻ, ഫിസിയോളജി എന്നൊക്കെ പറയുന്ന സംഭവം എന്തോരം പുരോഗമിച്ചല്ലേ? എല്ലാ രോഗങ്ങൾക്കും
ഒരുവിധം മരുന്നുകളും വാക്സിനുകളും അല്ലേ. അപ്പോൾ അതാണോ വൈദ്യശാസ്ത്ര രംഗത്തെ പുരോഗതിയാണോ, എന്താണ് ശരിക്കും ഈ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമെന്ന് പറയുന്നത്? എന്നാലോചിച്ച് നോക്കിയേ. സത്യത്തിൽ ഉത്തരം വളരെ ലളിതമാണ്. മനുഷ്യൻ്റെ മഹത്തായ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രവർത്തനത്തെ പറ്റി മനസ്സിലാക്കിയതാണ്. അതിൻ്റെ അതിശയിപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന പ്രവർത്തന രീതിയുടെ കണ്ടെത്തലാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ കണ്ടെത്തലായിട്ട് പറയപ്പെടുന്നത്. അല്ലെങ്കിൽ അത് തന്നെയാണ് സത്യവും. ഒരുപക്ഷെ നമ്മൾ ഒരിക്കൽ പോലും ആലോചിച്ച് നോക്കാത്ത ഒരു മേഖലയാണ് അല്ലേ മനുഷ്യൻ്റെ. എന്താണ് മനസ്സിൻ്റെ പ്രവൃത്തി, നമ്മളെപ്പോഴും മനസ്സിനെ പറ്റിയൊക്കെ പറയാറുണ്ടെങ്കിലും അതിനെപ്പറ്റി നമ്മളങ്ങനെ കാര്യമായിട്ട് ആലോചിക്കാറില്ല. അതൊക്കെ സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും ഒക്കെ പഠിക്കുന്നതും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ്. സാധാരണക്കാരായ ജനങ്ങൾ അങ്ങനെ മനസ്സിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നൊന്നും ചിന്തിക്കാറില്ല. പക്ഷേ ഈ മനസ്സിൻ്റെ ശക്തി കണ്ടെത്തി അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം കണ്ടെത്തിയതാണ് ഈ ഒരു ലോകത്തെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. അതിൽ നിന്നാണ് ഈ പറഞ്ഞ ബാക്കിയെല്ലാം, വൈദ്യുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം മനുഷ്യൻ കണ്ടെത്തിയിരിക്കുന്നത്. നമ്മുടെ ഈ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മനസ്സിന്റെ ശക്തി പ്രയോജനപ്പെടുത്തി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സമ്പത്തും ആരോഗ്യവും ആഹ്ലാദവും അധികാരവും എല്ലാം കൊണ്ടുവരാൻ സാധിക്കും. ഇവയൊന്നും ആർജിച്ചെടുക്കേണ്ടതില്ല, കാരണം ഇവയെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. നമുക്ക് ആ ഒരു ശക്തി എങ്ങനെ ഉപയോഗിക്കണം അല്ലെങ്കിൽ എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. വൺസ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ ശക്തി നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ മനസ്സിന് അതിരുകളില്ലാത്ത ജ്ഞാനവും ശക്തിയുമുണ്ട്. ഈ അനന്തമായ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മുടെ ലോകത്തിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. അതായത് നമ്മുടെ മനസ്സിൻ്റെ അനന്തമായ ബുദ്ധിശക്തി നമുക്ക് ആവശ്യമായ ഏതൊരു കാര്യവും എന്നും എപ്പോഴും ഏത് നിമിഷവും നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാൻ പ്രാപ്തമാണ്. നമുക്കൊരു കാര്യത്തിനൊരു സൊല്യൂഷൻ വേണം, ഒരു പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ വേണം, അല്ലെങ്കിൽ നമുക്കൊരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണം. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ പുറത്തേക്കല്ല നോക്കേണ്ടത്, നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് തന്നെയാണ് നോക്കേണ്ടത്. നമ്മുടെ ഉള്ളിലുള്ള ഈ മനസ്സിൻ്റെ അനന്തമായ ശക്തിയെ പ്രയോജനപ്പെടുത്തി അതിൻ്റെ സൊല്യൂഷനിലേക്ക് എത്തുകയാണ് വേണ്ടത്. പ്രൊവൈഡഡ് നമ്മൾ ഈ സൊല്യൂഷൻ സ്വീകരിക്കാനായിട്ട് തുറന്ന മനസ്സോടുകൂടി തയ്യാറെടുത്തിരിക്കണം. അതെങ്ങനെയാണ് തയ്യാറെടുക്കുക? അതിനുള്ള ടെക്നിക്കുകളാണ് നമ്മൾ വരുന്ന ഓഡിയോകളിലൊക്കെ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മുടെ മനസ്സിൻ്റെ ശക്തിയെ നമ്മൾ ടാപ്പ് ചെയ്ത് ഇത്തരത്തിലുള്ള സൊല്യൂഷൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മുടെ തുറന്ന മനസ്സോടുകൂടി നമുക്ക് സമീപിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പുതിയ ചിന്തകളും പുതിയ ഐഡിയകളും ഒക്കെ ലഭിക്കുന്നതാണ്. നമുക്കൊരു പുതിയൊരു പാട്ട് എഴുതാനോ ഒരു നാടകം എഴുതാനോ അല്ലെങ്കിൽ ഒരു പുസ്തകം എഴുതാനോ അതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കൊരു പുതിയ കണ്ടുപിടുത്തം നടത്താനോ ഒക്കെ വളരെ എളുപ്പം നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് സാധിക്കുന്നതാണ്. എന്തിനേറെ നമ്മുടെ ജീവിതത്തിൻ്റെ ട്രൂ പർപ്പസ് എന്താണ് എന്ന് പോലും നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി നമുക്ക് വെളിപ്പെടുത്തി തരും. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പോലും നമുക്ക് പലർക്കും അറിയില്ലല്ലോ. എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്താണ്, ലക്ഷ്യം എന്താണ്, ഞാൻ എന്തായി തീരണം എന്നൊന്നും അറിയില്ലല്ലേ. പക്ഷേ നമ്മുടെ ഈ ഉപബോധ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ശരിയായ പ്രവർത്തനം മനസ്സിലാക്കുന്നത് വഴി നമുക്ക് നമ്മുടെ ഐഡിയൽ ജീവിത പങ്കാളി, നമ്മുടെ ശരിയായ ഒരു ജീവിത പങ്കാളിയെ ആകർഷിക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക് പറ്റിയൊരു ബിസിനസ് പങ്കാളിയെയോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറെയോ ഒക്കെ കണ്ടെത്താം. അല്ലെങ്കിൽ നമ്മുടെ ഒരു വീട് വിൽക്കാനുണ്ട്, കൃത്യമായ ഒരു ബയ്യറെ നമുക്ക് വേണം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ശക്തി ഉപയോഗിച്ച് നമുക്ക് അതെല്ലാം സാധിക്കുന്നതാണ്. നമുക്ക് കൃത്യമായൊരു ബയ്യറെ ലഭിക്കും. അല്ലെങ്കിൽ നമുക്കൊരു വീട് വേണം, നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്ക് ആവശ്യമായ ചുറ്റുപാടിൽ അത് ലഭിക്കും. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള വിലയിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ശക്തിയെ ടാപ്പ് ചെയ്ത് നമുക്കതെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന ഒട്ടനവധി ആളുകൾ ഇത്തരത്തിൽ നമ്മുടെ ഈ മനസ്സിൻ്റെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു കടക്കുകയും പിന്നീട് വളരെ വലിയൊരു ജീവിതം അല്ലെങ്കിൽ നല്ല ജീവിതം, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ സമാധാനപരമായൊരു ജീവിതം ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒട്ടനവധി എക്സാമ്പിൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പം നമുക്കും അത്തരത്തിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ അടുത്ത ഓഡിയോയിൽ, ഇത്ര നേരം ഞാൻ പറഞ്ഞില്ലേ സബ് കോൺഷ്യസ് മൈൻഡ് ഉപബോധ മനസ്സ്. എന്താണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ്? ഇപ്പം നമുക്ക് എത്ര മനസ്സുണ്ട് ശരിക്കും? എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം? ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. ആദ്യം നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ്, കോൺഷ്യസ് മൈൻഡ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത ഓഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡ് എന്താണ് എന്നുള്ള കാര്യവും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള നിയമങ്ങളും എന്തൊക്കെയാണ് എന്ന് പറയാനാണ്. അപ്പോൾ ഈ ഒരു ഓഡിയോ ഞാൻ ഉദ്ദേശിച്ച ഒരു ഇൻട്രൊഡക്ഷനാണ്. അതുകൊണ്ട് തന്നെ കാര്യമായ ഒരു ടേക്കവേ ഇല്ല. പലർക്കും ഇത് സെർച്ച് ചെയ്യുന്ന പല ആളുകൾക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പക്ഷേ ഇത് എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നുള്ളത് കേൾക്കാനായിരിക്കും പലരും വന്നിരിക്കുന്നത്. തീർച്ചയായും അടുത്ത ഓഡിയോ മുതൽ നമ്മൾ അതിലേക്ക് കടക്കുകയാണ്.
അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.